അപ്പോൾ ഇത് ഞങ്ങളുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സൺഡേ ആട്ടോ. അലസ്യനൊരു എമർജൻസി കോൾ വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ പുട്ടിയൊക്കെ ഇട്ട് സമയം കളയാനായിട്ട് സമയമില്ല. അതുകൊണ്ട് തന്നെ വേഗം ഒരു ലിപ്സ്റ്റിക്കിൽ മാത്രം ഒതുക്കി ഒരു ഛർദ്ദിക്കാനുള്ള കവറൊക്കെ കയ്യിലൊക്കെ കരുതി പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഞാനെന്തിനാ പോണേന്ന്. എനിക്ക് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിപ്രഷൻ അടിച്ച് ഞാൻ ചാകാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറിപ്പോയ 1 മണിക്കൂർ അതിൽ കൂടുതലൊന്നും ആവില്ല എന്ന്. ഞങ്ങൾ ഇറങ്ങുന്ന കറക്റ്റ് സമയം വന്നിട്ട് ഈ ഒരു സമയം കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മളങ്ങനെ അവസാനം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. അലസ്യ വേഗം ഓടിപ്പോകുന്നുണ്ടായിരുന്നു. കാരണം പേഷ്യൻ്റ് ഇവിടെ എമർജൻസി ആയിട്ട് വന്ന് കിടക്കുകയാണ് ആംബുലൻസിൽ. ഞാനിവിടെ നിന്ന് തുഴഞ്ഞു പോകുമ്പോഴേക്കും നേരം വൈകണോണ്ട് അലസ്യോ വേഗം അങ്ങ് പോയി. ഞങ്ങൾ തിരിച്ച് വരുന്നത് ഈ ഒരു ടൈമാട്ടെ, ഏകദേശം 1 മണിക്കൂർ എടുത്ത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 10 മണി 11 മണി വിശേഷങ്ങൾ നൈറ്റിലെ.